ഹാൾമാർക്കിംഗും 6 അക്ക ഹാൾമാർക്ക് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ സംവിധാനവും നടപ്പാക്കിയതിന് പിന്നാലെ രാജ്യത്തെ സ്വർണ്ണ വിപണിയിൽ മറ്റൊരു നിർണായക ഡിജിറ്റൽ പരിഷ്കരണത്തിന് കേന്ദ്ര സർക്കാരും ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സും ഒരുങ്ങുകയാണ്. ആഭരണങ്ങളുടെ യഥാർത്ഥ ഉടമസ്ഥാവകാശവും വിൽപ്പന വിവരങ്ങളും കൂടുതൽ കൃത്യമായി രേഖപ്പെടുത്തുന്നതിനായി ഓരോ സ്വർണ്ണാഭരണത്തിന്റെയും HUID നമ്പർ കേന്ദ്ര ഡാറ്റാബേസിൽ സോൾഡ് എന്ന നിലയിൽ രേഖപ്പെടുത്തുന്ന പുതിയ സംവിധാനമാണ് അവതരിപ്പിക്കാൻ ലക്ഷ്യമിടുന്നത്. സ്വർണ്ണ ഇടപാടുകളിൽ കൂടുതൽ സുതാര്യത ഉറപ്പാക്കുക, വ്യാജ ഹാൾമാർക്കിംഗ് പൂർണ്ണമായും ഇല്ലാതാക്കുക, മോഷ്ടിക്കപ്പെടുന്ന സ്വർണത്തിന്റെ പുനർവിൽപ്പന തടയുക, പഴയ സ്വർണം മാറ്റി പുതിയ ആഭരണങ്ങൾ വാങ്ങുന്ന പ്രക്രിയ കൂടുതൽ സുരക്ഷിതവും എളുപ്പവുമാക്കുക എന്നിവയാണ് ഈ സംവിധാനത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. രാജ്യത്തെ സ്വർണ്ണ വിപണിയെ കൂടുതൽ ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് മാറ്റുന്ന നിർണായക ചുവടുവയ്പായാണ് ഈ നീക്കത്തെ വിലയിരുത്തുന്നത്. എന്താണ് സോൾഡ് ടാഗ് സംവിധാനം? നിലവിൽ ഹാൾമാർക്കുള്ള ഓരോ സ്വർണ്ണാഭരണത്തിനും പ്രത്യേകം തിരിച്ചറിയാൻ കഴിയുന്ന 6 അക്ക HUID നമ്പർ ലഭ്യമാണ്. ഉപഭോക്താവിന് ആഭരണത്തിന്റെ യഥാർത്ഥത ഉറപ്പാക്കുന്നതിനും ഹാൾമാർക്ക് പരിശോധിക്കുന്നതിനും ഈ നമ്പർ ഉപയോഗിക്കുന്നു. എന്നാൽ ആഭരണം ജ്വല്ലറിയിൽ നിന്ന് വിറ്റുപോയ ശേഷം അത് ആരുടെ കൈവശമാണെന്നോ പിന്നീട് എന്തെല്ലാം ഇടപാടുകൾ നടന്നുവെന്നോ സർക്കാർ സംവിധാനങ്ങൾക്ക് വ്യക്തമായി തിരിച്ചറിയാൻ നിലവിലെ സംവിധാനത്തിൽ സാധിക്കില്ല. ഇതിന് പരിഹാരമായാണ് പുതിയ സോൾഡ് ടാഗ് സംവിധാനം. ഉപഭോക്താവ് സ്വർണ്ണാഭരണം വാങ്ങുന്ന നിമിഷം തന്നെ അതിന്റെ HUID നമ്പർ കേന്ദ്ര ഡാറ്റാബേസിൽ സോൾഡ് എന്ന നിലയിൽ ജ്വല്ലറി രേഖപ്പെടുത്തും. അതോടെ ആഭരണം ഔദ്യോഗികമായി വിൽപ്പന നടന്നതായി കേന്ദ്ര രേഖകളിൽ ഉൾപ്പെടും. ഈ സംവിധാനത്തിന്റെ ഏറ്റവും വലിയ ഗുണം മോഷ്ടിക്കപ്പെടുന്ന സ്വർണം കണ്ടെത്തുന്നതിനും അതിന്റെ അനധികൃത വിൽപ്പന തടയുന്നതിനുമാണ്. ആഭരണം നഷ്ടപ്പെടുകയോ മോഷ്ടിക്കപ്പെടുകയോ ചെയ്താൽ ഉടമയ്ക്ക് അത് ബന്ധപ്പെട്ട പോർട്ടലിൽ റിപ്പോർട്ട് ചെയ്യാൻ അവസരമുണ്ടാകും. പരാതി ലഭിച്ചാൽ ആ ആഭരണത്തിന്റെ HUID നമ്പർ ഫ്ലാഗ്ഡ് അല്ലെങ്കിൽ സ്റ്റോളൻ എന്ന നിലയിൽ കേന്ദ്ര ഡാറ്റാബേസിൽ രേഖപ്പെടുത്തും. ശേഷം ആരെങ്കിലും അതേ ആഭരണം മറ്റൊരു ജ്വല്ലറിയിൽ വിൽക്കാനോ പഴയ സ്വർണമായി മാറ്റി പുതിയ ആഭരണം വാങ്ങാനോ ശ്രമിച്ചാൽ HUID സ്കാൻ ചെയ്യുന്ന സമയത്ത് തന്നെ അത് മോഷ്ടിക്കപ്പെട്ട ആഭരണമാണെന്ന് കണ്ടെത്താൻ സാധിക്കും. ഇതിലൂടെ മോഷ്ടിച്ച സ്വർണം രാജ്യത്തെ ഏതെങ്കിലും ഭാഗത്ത് വിറ്റഴിക്കുന്നതോ മാറ്റിയെടുക്കുന്നതോ വളരെ പ്രയാസകരമാകും. പഴയ സ്വർണം നൽകി പുതിയ ആഭരണങ്ങൾ വാങ്ങുന്ന ഇടപാടുകളിലും ഈ സംവിധാനം വലിയ മാറ്റമുണ്ടാക്കും. നിലവിൽ പല ജ്വല്ലറികളും പഴയ ബിൽ ആവശ്യപ്പെടുന്ന സാഹചര്യമുണ്ട്. എന്നാൽ പുതിയ ഡിജിറ്റൽ സംവിധാനത്തിലൂടെ ആഭരണത്തിന്റെ HUID നമ്പർ സ്കാൻ ചെയ്താൽ അതിന്റെ അടിസ്ഥാന വിവരങ്ങൾ കേന്ദ്ര ഡാറ്റാബേസിൽ നിന്ന് പരിശോധിക്കാൻ സാധിക്കും. ആഭരണം യഥാർത്ഥമാണോ എന്നും അത് മോഷ്ടിക്കപ്പെട്ടതല്ലെന്നുമുള്ള സ്ഥിരീകരണത്തിന് ശേഷമേ ഇടപാട് പൂർത്തിയാക്കുകയുള്ളൂ. ഇതിലൂടെ ഉപഭോക്താവിനും ജ്വല്ലറികൾക്കും കൂടുതൽ സുരക്ഷ ഉറപ്പാക്കാനാകും. സ്വർണം വലിയ തോതിൽ വാങ്ങി സൂക്ഷിക്കുന്നവരാണ് മലയാളികൾ. വിവാഹം, കുടുംബസമ്പാദ്യം, നിക്ഷേപം തുടങ്ങിയ ആവശ്യങ്ങൾക്കായി നിരവധി കുടുംബങ്ങൾ വലിയ അളവിൽ സ്വർണം കൈവശം വെക്കുന്നുണ്ട്. അതിനാൽ പുതിയ സംവിധാനം കേരളത്തിലെ ഉപഭോക്താക്കൾക്ക് ഏറെ പ്രയോജനകരമാകുമെന്നാണ് വിലയിരുത്തൽ. സ്വർണം മോഷണം പോയാൽ അത് മറ്റൊരു ജ്വല്ലറിയിൽ വിൽക്കുകയോ മാറ്റിയെടുക്കുകയോ ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടാകും. ഇതോടെ സ്വർണ്ണ മോഷണങ്ങളുടെ എണ്ണം കുറയാനും സാധ്യതയുണ്ട്. കൂടാതെ ഉടമസ്ഥാവകാശം ഡിജിറ്റൽ രീതിയിൽ സ്വീകരിക്കാൻ കഴിയുന്നതിനാൽ ഭാവിയിൽ തർക്കങ്ങൾ ഒഴിവാക്കാനും സഹായകമാകും. പുതിയ സംവിധാനം നടപ്പാക്കുന്നതോടെ ഹാൾമാർക്ക് ഇല്ലാത്തതോ വ്യാജ ഹാൾമാർക്ക് പതിപ്പിച്ചതോ ആയ ആഭരണങ്ങൾ വിപണിയിൽ എത്തുന്നത് കൂടുതൽ നിയന്ത്രണ വിധേയമാകും. ഓരോ വിൽപ്പനയും കേന്ദ്ര പോർട്ടലിൽ രേഖപ്പെടുത്തേണ്ടതിനാൽ രേഖകളില്ലാത്ത ഇടപാടുകൾക്ക് വലിയ തോതിൽ നിയന്ത്രണം വരും. ചെറുതും വലുതുമായ എല്ലാ ജ്വല്ലറികളും ഓരോ ആഭരണത്തിന്റെ വിൽപ്പന വിവരങ്ങളും സമയബന്ധിതമായി പോർട്ടലിൽ അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും. ഇതിലൂടെ സ്വർണ്ണ വിപണിയിൽ കൂടുതൽ സുതാര്യതയും വിശ്വസ്തതയും ഉറപ്പാക്കാനാകും. പുതിയ സംവിധാനം പ്രാബല്യത്തിൽ വന്നതിന് ശേഷം സ്വർണം വാങ്ങുന്നവർ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആഭരണം വാങ്ങിയ ഉടൻ അതിന്റെ HUID നമ്പർ കേന്ദ്ര പോർട്ടലിൽ സോൾഡായി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഉറപ്പാക്കണം. HUID നമ്പർ വാങ്ങൽ ബില്ലിലും ഇൻവോയ്സിലും കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. സ്വർണം വാങ്ങുമ്പോൾ ശരിയായ മൊബൈൽ നമ്പർ ജ്വല്ലറിയിൽ നൽകുകയും ഭാവിയിലെ ഡിജിറ്റൽ സേവനങ്ങൾക്കായി അത് ബന്ധിപ്പിക്കുകയും ചെയ്യണം. ഭാവിയിൽ സ്വർണം വിൽക്കുന്നതിനും മാറ്റിയെടുക്കുന്നതിനും OTP അല്ലെങ്കിൽ SMS സ്ഥിരീകരണം ആവശ്യമായി വരാൻ സാധ്യതയുണ്ട്. ആഭരണം മോഷ്ടിക്കപ്പെട്ടാൽ അതുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പുകളും അറിയിപ്പുകളും ഉപഭോക്താവിന് നേരിട്ട് ലഭിക്കുന്ന സംവിധാനം നടപ്പാക്കാൻ സാധ്യതയുണ്ട്. ഇതിനകം ഹാൾമാർക്ക് കോഡും HUID നമ്പറോടും കൂടിയ ആഭരണങ്ങൾ കൈവശമുള്ളവർക്ക് അവ കേന്ദ്ര പോർട്ടലിൽ ഉൾപ്പെടുത്തുന്നതിനായി സർക്കാർ പ്രത്യേക സൗകര്യമൊരുക്കാൻ സാധ്യതയുണ്ടെന്നാണ് സൂചന. അതേസമയം പഴയതും ഹാൾമാർക്കിംഗ് ഇല്ലാത്തതുമായ ആഭരണങ്ങളെ ഈ പുതിയ സംവിധാനം നേരിട്ട് ബാധിക്കില്ലെന്നാണ് നിലവിലെ വിലയിരുത്തൽ. ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ സ്വർണത്തിന്റെ ഓരോ ഇടപാടും കൂടുതൽ സുതാര്യവും സുരക്ഷിതവുമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കേന്ദ്ര സർക്കാരിന്റെയും BISന്റെയും പുതിയ നീക്കം. മോഷണവും തട്ടിപ്പും കുറയ്ക്കുന്നതിനൊപ്പം ഉപഭോക്താക്കളുടെ വിശ്വാസം വർദ്ധിപ്പിക്കുകയും രാജ്യത്തെ സ്വർണ്ണ വിപണിയെ കൂടുതൽ ക്രമബദ്ധമാക്കുകയും ചെയ്യുന്ന സുപ്രധാന പരിഷ്കരണമായി ഈ സംവിധാനം മാറുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.